വയനാട് കണിയാമ്പറ്റയിലെ കടുവാഭീതിയാണ്. പനമരം, കണിയാമ്പറ്റ പഞ്ചായത്തുകളിൽ കനത്ത ജാഗ്രതയാണ്. കണിയാമ്പറ്റയിലും പനമരത്തും പല വാർഡുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്താനുള്ള ദൗത്യം 3-ാം ദിനവും തുടരും. കടുവ കൂട്ടിലായില്ലെങ്കിൽ മാത്രം മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. ദൗത്യത്തിനെത്തിയ കുങ്കിയാനകൾ പ്രദേശത്ത് തുടരുകയാണ്. സാനിയോ മനോമി കണിയാമ്പറ്റയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സാനിയോ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ട് ഞെട്ടിപ്പോയ ദൃശ്യമുണ്ട്. കാട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പടക്കം എറിഞ്ഞപ്പോൾ കാട്ടിലേക്ക് കയറാനിരുന്ന കടുവ തിരിച്ച് നാട്ടിലോട്ട് ഓടി. ജനവാസ മേഖലയിലൂടെ കുതിച്ചുപായുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴും കടുവ ഈ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട് അല്ലേ സാനിയോ? അല്പം ടെൻഷനുണ്ട്. ഇന്നിപ്പോൾ സ്കൂളിൽ പരീക്ഷയടക്കം എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ, കണിയാമ്പറ്റ പ്രദേശങ്ങളിൽ അല്ലേ? എന്താണ് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? നാട്ടുകാരുടെ പ്രതികരണം എന്താണ്? നാട്ടുകാരെ പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണോ സാനിയോ? സാനിയോ നിൽക്കുന്നിടത്ത് കുഴപ്പമില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഏതായാലും ഞാൻ നിൽക്കുന്നിടത്ത് കുഴപ്പമില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏകദേശം ഒരു കിലോമീറ്ററോളം വരുന്ന ദൂരം നമുക്ക് തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് കടുവയൊക്കെ ഓടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി മാറാവുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് തമാശയല്ല എന്നുള്ളതാണ്. കാരണം കണിയാമ്പറ്റ പ്രദേശത്തുള്ളവർക്ക് ഒരു തരത്തിലും മുന്നേ ഒരു അനുഭവം ഇത്തരത്തിൽ കടുവ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടോ മറ്റോ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആദ്യത്തെ അനുഭവമാണ്. ഇവിടെ ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് നീർവാരം മേഖലയിൽ കാടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ വലിയ പ്രയാസങ്ങൾ നിലനിൽക്കുന്നു. അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്കും പോലും പോകാതെ കുട്ടികൾക്ക് പോകാൻ കഴിയാത്ത അവസരമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വയലിനടുത്ത് അടുത്തായി വീടുകളില്ല. മാത്രവുമല്ല ആളുകളൊന്നും ഇവിടെ ഇറങ്ങിയിട്ടുമില്ല. ആളുകളോടൊക്കെ അകത്ത് കയറണം, അല്ലെങ്കിൽ ഒരിക്കലും പുറത്തിറങ്ങരുത്, കടകൾ തുറക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫോറസ്റ്റ് അധികൃതർ ഇപ്പോഴും ഇവിടെ പട്രോളിംഗ് തുടരുകയാണ്. അല്പം ഉള്ളിലുള്ള പ്രദേശത്തേക്കാണ് അവർ പട്രോളിംഗ് നടത്തുന്നത്. നമുക്ക് ഇവിടെ മാത്രമേ, അതായത് ഈ പ്രദേശത്ത് മാത്രമേ നിൽക്കാനുള്ള അനുമതി ഫോറസ്റ്റ് അധികൃതർ തന്നിട്ടുള്ളൂ. ഈ കാണുന്നത് കാപ്പിത്തോട്ടവും മറ്റും ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എവിടെയൊക്കെയോ കടുവ മറിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ പട്രോളിംഗ് തന്നെയായിരുന്നു. കാരണം ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി മുഴുവനും പട്രോളിംഗ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് രാവിലെ തന്നെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. പക്ഷേ അതും നടന്നില്ല എങ്കിൽ മാത്രമേ കൂട് വയ്ക്കാനുള്ള സാധ്യതയുള്ളൂ. കൂട് വയ്ക്കലും നടന്നില്ല എങ്കിൽ മാത്രം ഈ മയക്കുവെടി പ്രയോഗിക്കാനുള്ള ഉത്തരവ് ഇപ്പോൾ വനംവകുപ്പ് നേടിയെടുത്തിട്ടുണ്ട്. അത് അതിനുശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. ഏതായാലും കടുവ ആരോഗ്യവാനാണ് എന്നുള്ളതാണ് ഒരു പേടിപ്പെടുത്തുന്ന മറ്റൊരു കാരണം. സാധാരണ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന കടുവകൾ ഏതെങ്കിലും അവശനിലയിലോ മറ്റോ ആയി അവർക്ക് ഇര പിടിക്കാൻ കഴിയാത്ത സാഹചര്യം അതൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷേ ഈ കടുവ അങ്ങനെയല്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രനായി ഓടുന്നത് ഇന്നലെ രാത്രി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് വലിയ ആശങ്കയില്ല. കുറച്ചല്പം മാറി വയലൊക്കെ കണ്ടല്ലോ, അതിനല്പം മാറിയാണ് നിൽക്കുന്നതിന്റെ പുറകുവശത്ത് കാണുന്ന വയലിലൂടെയാണോ ഇന്നലെ ഈ കടുവ പാഞ്ഞു പോകുന്ന ആ ദൃശ്യങ്ങളുള്ളത്? അതെ അരുൺ, നമ്മൾ നിൽക്കുന്നതിന്റെ പുറകുവശത്തുള്ള ഒരു ചതുപ്പിന് മുകളിൽ കൂടിയാണ് കടുവ ഇന്നലെ ഓടിപ്പോയത്. അതായത് ഈ വയലിൻ്റെ ഒരു അപ്പുറത്തൊരു ഭാഗമാണ്. ഇന്ന് അവിടേക്ക് പോകാൻ നമുക്ക് അനുമതിയില്ല. ഏതായാലും ഇന്നലെ പടക്കം പൊട്ടിക്കുമ്പോഴാണ് കടുവ ഓടിയത്. പടക്കം പൊട്ടുന്നതും കടുവ പിന്നീട് ഓടുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ആ ദൃശ്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടുവയുടെ ആരോഗ്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്പസമയം കഴിഞ്ഞാൽ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ പോലീസ് അടക്കമുള്ള ആളുകൾ കർശനമായി നിയന്ത്രിക്കുന്നതിനാൽ ഇവിടെ ഇപ്പോൾ ആളുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കാനാവുന്നത്. ഏതായാലും വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തെരച്ചിൽ ഇന്നും പുനരാരംഭിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നു. ഫോറസ്റ്റ് അധികൃതർ പുതിയ ടീമൊക്കെ എത്തിയിട്ടുണ്ട്. ഇന്നലെ സ്ഥലത്ത് നമ്മുടെ കടുവയുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തിന് എത്ര ദൂരം അകലെയാണ് ഈ കാട്? അധിക ദൂരം ഏത് ഡയറക്ഷനിലേക്കാണ് ഈ കടുവ ഓടേണ്ടത്? ഇപ്പോൾ സാനിയോ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താൽ നന്നായിരിക്കും. സാനിയോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരം ഉണ്ടാവും ഇനി കാട് കയറ്റണമെന്നുണ്ടെങ്കിൽ? മാത്രമല്ല ഈ റൂട്ട് മാപ്പൊന്നും പാവം കടുവയ്ക്ക് അറിയത്തില്ലല്ലോ. അതാണ് ഇന്നലെ സംഭവിച്ചത്. അതായത് ഫോറസ്റ്റ് അധികൃതർ കരുതിയത് പടക്കം പൊട്ടിച്ചാൽ അവർ വിചാരിക്കുന്ന വഴിയിലൂടെ കടുവ പോകുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. നേരെ ഓപ്പോസിറ്റ് വശമുള്ള 2 കിലോമീറ്ററോളം അകലെ മാറിയിട്ടുള്ളതാണ് കാടെന്ന് പറയുന്നത്. 2 കിലോമീറ്ററോളം ജനവാസ മേഖലയിൽ ഓടിയാൽ മാത്രമേ കടുവ കാട്ടിലേക്ക് എത്തുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ കാട്ടിലല്ല. പക്ഷേ കാടിന് സമാനമായ ഒരു അന്തരീക്ഷം, അതായത് തോട്ടമുണ്ട്, തേയിലത്തോട്ടമുണ്ട്, അതുപോലെ കാപ്പിത്തോട്ടമുണ്ട്, കവുങ്ങിൻ തോട്ടമുണ്ട്. ഈ തോട്ടത്തിലൂടെയൊക്കെ പോകാൻ സൗകര്യമാണ്. കാരണം കാട് പോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ.
അതുകൊണ്ട് തന്നെ സൗകര്യമാണ്. പക്ഷേ ഇതൊക്കെയും ജനവാസ മേഖലകൾ കൂടിയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ ജനവാസ മേഖലയിലൂടെ ആ ദൃശ്യങ്ങളിൽ കാണുന്നതിനും അപ്പുറത്തേക്കുള്ള കാട്ടിലേക്ക് ഓടണം. 2 കിലോമീറ്ററിലധികം വരുമെന്നാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ ഈ റോഡിലൂടെ പോകുന്നതൊക്കെ ജനവാസ മേഖലയിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോലും പ്രവേശനമില്ല. അവിടേക്ക് ഫോറസ്റ്റ് അധികൃതർ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 കിലോമീറ്ററിലധികം ഓടിയാൽ മാത്രമേ തിരിച്ചോടാൻ കഴിയൂ. ഫോറസ്റ്റ് അധികൃതർ കരുതിയതിന് നേരെ തിരിഞ്ഞ വശത്തേക്കായി പോയി ഇന്നലെ കടുവ ഓടിയത്. അതാണ് വലിയ പ്രശ്നം സൃഷ്ടിച്ചത്. ഏതായാലും നമുക്ക് കടുവ ഇന്ന് ഏതായാലും പിടികൂടാനല്ല, തുരത്തി ഓടിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ റോഡിനും അപ്പുറത്താണ്. കടുവ പട്ടിണിയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെയൊക്കെ ചെറിയ എന്തെങ്കിലും മൃഗത്തിനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാണേണ്ടതാണ്. പക്ഷേ ഈ പ്രദേശത്തൊന്നും അങ്ങനത്തെ അവശിഷ്ടങ്ങൾ ഇന്നലെ നടത്തിയ പരിശോധനയിലൊന്നും ഫോറസ്റ്റ് അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസം പട്ടിണിയിലാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ അക്രമാസക്തമാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും സൂക്ഷിച്ച് നിൽക്കുക. അവിടെ സാനിയോ നിൽക്കുന്നതിന്റെ 1 കിലോമീറ്റർ ഭാഗത്താണ് കടുവയുടെ സാന്നിധ്യം ഇന്നലെ കണ്ടെത്തിയത്. ആ ഭാഗത്ത് ഇപ്പോൾ പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഒക്കെ അവരുടെ നിർദ്ദേശമുണ്ട്. പ്രദേശത്ത് പുറത്തിറങ്ങരുത്. പരീക്ഷയടക്കം സ്കൂളിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കണിയാമ്പറ്റ മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കണിയാമ്പറ്റ മേഖലയിലുള്ളവർ പുറത്തിറങ്ങാതിരിക്കുക. അല്പസമയം കൂടി നിങ്ങൾ വനംവകുപ്പുമായിട്ട് സഹകരിക്കുക. പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കടുവയ്ക്കറിയില്ലല്ലോ ഏത് വഴി ഓടിയാലാണ് കാട്ടിൽ കയറുക. ഓടിയ വഴി പക്ഷെ നേരെ തിരിച്ചായിപ്പോയി. നേരെ സംഭവം തിരിച്ചു വന്നു. ഇപ്പോൾ ഡൽഹിക്ക് കയറാനുള്ള മനുഷ്യർ നേരെ തിരിച്ച് തിരുവനന്തപുരത്തിന് കയറിയതുപോലെയായി. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും കടുവയെ ഇന്ന് കാട് കയറ്റാൻ പറ്റുമെന്നാണ്. ഇന്ന് കാട് കയറ്റിയില്ലെങ്കിൽ പോലും മയക്കുവെടി വെച്ച് പിടിക്കാനായിരിക്കും ശ്രമമുണ്ടാവുക. മാത്രമല്ല ഇത് അക്രമാസക്തമാവുകയും ചെയ്യും. കഴിഞ്ഞ 2 ദിവസമായിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അക്രമാസക്തമാവാൻ സാധ്യതയുമുണ്ട്. അപകടകാരിയായി തീരും. 5 വയസ്സുള്ള കടുവയാണ്. കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കടുവയെ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പേരെടുത്ത് വിളിച്ചു പറഞ്ഞ് മോനെ കുട്ടാ ചക്കര എന്നൊക്കെ വിളിക്കാൻ സംഭവം കടുവയല്ലേ. അപ്പോൾ എന്തായാലും കാട്ടിൽ കയറ്റി വിടും. നാട്ടുകാർക്ക് അല്പം ആശങ്കയുണ്ട്. ടെൻഷനിലാണ് നാട്ടുകാർ. ടെൻഷൻ വേണ്ട. വനവകുപ്പ് സാന്നിധ്യം അവിടെയുണ്ട്.